ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം മാക്സിമം ഞാൻ എല്ലാ കമൻറ്റൊക്കെ റിപ്ലൈ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഇറങ്ങുന്നൊരു ബ്രാൻഡാണ് യമഹ റേ. ഞാൻ ആക്റ്റീവ കൊള്ളില്ല, ആക്റ്റീവ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ടെക്നോളജിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയം ആയി കിടക്കുക. എനിക്ക് ഇതിൻ്റെ മിറർ ഒരു പഴയ മോഡലായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഈ വണ്ടിയുടെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഈ മിറർ എൻ്റെ വർക്കിനൊക്കെ വന്ന മിറർ ഇത് നല്ല രീതിക്ക് ഹീറ്റാവും. അത് എല്ലാ വണ്ടിയും അങ്ങനെയാണ്, നല്ല രീതിക്ക് ഹീറ്റായി തട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഒരേ കണക്ക് തന്നെയാണ്. ഫൈബറാണെങ്കിൽ പൊട്ടും, ഇതാണെങ്കിൽ അകത്തോട്ട് ചടങ്ങി കയറും. ഒരു 40-നകത്തൊക്കെ ഭയങ്കര സ്മൂത്താണ്. പെട്ടെന്നൊരു ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ, നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു ചെറിയൊരു പമ്മലുണ്ട് വണ്ടിക്ക്. കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇനി പുള്ളിങ്ങിൻ്റെ കാര്യം ഒന്ന് വിശദമായിട്ട് പറയുമോ എന്നുള്ളത്. പുള്ളിങ്ങിനെ കുറിച്ച് പറയാം. നമ്മൾ സിംഗിളായിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല പുള്ളിങ്ങാണ്. അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല പുള്ളിങ് ഉണ്ട്. അതായത് ഒട്ടും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ അത്യാവശ്യം ഒരു വെയിറ്റുള്ള ഒരാളാണ് നമ്മൾ പുറകെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പമ്മലുണ്ട് വണ്ടിക്ക്. അതായത് 110 cc ഒരു പവറേ നമുക്ക് പ്രതീക്ഷിക്കാവൂ. അല്ലാതെ ഒരു റേയുടെയോ അതിൻ്റെ ഒന്നും ആക്സസിൻ്റെ ഒന്നും ഒരു പവർ ഒട്ടും ഇതിൽ കിട്ടത്തില്ല. പക്ഷേ സിംഗിൾ റൈഡിന് നല്ല ഫാസ്റ്റായിട്ട് വണ്ടി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആക്സിലേഷൻ കൊടുക്കാൻ നേരത്ത് നമുക്ക് ഓവർടേക്കൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു അത്യാവശ്യം ഒരു വെയിറ്റുള്ള ഒരാളും കൂടെയാണ് നമ്മൾ പുറകെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പമ്മൽ വണ്ടിക്ക് ഉണ്ട്. 113 cc ആണ്. അതായത് നമ്മുടെ പഴയ ജൂപ്പിറ്ററിൻ്റെ സെയിം എൻജിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഴയ സെയിം എൻജിൻ എന്ന് പറഞ്ഞാൽ 125 cc വണ്ടിയുടെ എൻജിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ട്യൂൺ ചെയ്ത് 113 cc ആക്കിയാണ് ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. മോട്ടോർ പവറും കൂടെ ഉണ്ട്. അതായത് ഒരു ചെറിയൊരു ഇനിഷ്യൽ പവറിന് വേണ്ടി അവർ കൊടുത്തിട്ടുണ്ട്. അത് ബാറ്ററിയുടെ പവറിൽ നിന്നാണ് എടുക്കുന്നത്. അത് എപ്പോഴും ഇല്ല, പെട്ടെന്നൊരു സഡൻ ഒരു ആക്സിലേഷൻ കൊടുക്കാൻ നേരത്ത് ചെറിയൊരു പവർ ആയിട്ട് കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് അത് ആ പവർ നിൽക്കത്തില്ല. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു കേട്ടപ്പോൾ എനിക്കൊരു കോമഡി ആയിട്ടൊക്കെ തോന്നിയത്. ഇത് റീസെയിൽ വാല്യൂ കുറവല്ലേ, വേറെയുള്ള വണ്ടിക്കൊക്കെ ആണെങ്കിൽ നല്ല റീസെയിൽ വാല്യൂ അല്ലേ എന്നുള്ള കാര്യം. റീസെയിൽ വാല്യൂ നോക്കി നമ്മൾ ഒരിക്കലും ഒരു വണ്ടി എടുക്കരുത്. കാരണം നമുക്ക് എന്താണ് ആവശ്യം അത് നോക്കി മാത്രം ഞാൻ വണ്ടി എടുക്കാനേ പറയത്തുള്ളൂ. ഞാൻ ഇതിനു മുന്നേയുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഫാമിലി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി എടുക്കാം. ബൂട്ട് സ്പേസ് കാര്യങ്ങൾ, പെട്രോൾ അടിക്കുന്നത് ഫ്രണ്ടിലാണ്, അതൊക്കെ വലിയൊരു ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു ഉപകാരമാണ്. അങ്ങനെയൊക്കെ നോക്കി മാത്രം വണ്ടി എടുക്കുക. അല്ലാതെ നമ്മൾ റീസെയിൽ വാല്യൂ നോക്കി നമ്മളെന്താ വണ്ടി കച്ചവടത്തിനാണ് വണ്ടി എടുക്കുന്നത്? നമ്മളെ ആവശ്യത്തിന് വേണ്ടിയല്ലേ, അത് നോക്കി മാത്രം വണ്ടി എടുക്കുക. അല്ലാതെ റീസെയിൽ വാല്യൂ ഒക്കെ നോക്കി വണ്ടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതെന്താ നമ്മൾ എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞ് കൊടുക്കാൻ പോകണോ വണ്ടി? ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ TVSൻ്റെ വണ്ടി പൊട്ട വണ്ടിയാണ്, ഹോണ്ടയുടെ വണ്ടിയാണ് ഏറ്റവും നല്ല വണ്ടി എന്നുള്ളൊരു കമൻറ്റ് വന്നായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറയുന്നിടത്തും അങ്ങനെ ചിന്തയുള്ളിടത്തും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് ആരുടെ ഞാൻ ഈ TVSൻ്റെ വണ്ടി എടുക്കണമെന്നോ എന്നും ആരും പറയുന്നില്ല. അതിപ്പോൾ ഷോറൂമുകാരും പറയുന്നില്ല നിങ്ങൾ നമ്മളെ വണ്ടി മാത്രമേ എടുക്കാവൂ. ആർക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെടുന്നോ ആ വണ്ടി എടുക്കുക. നിങ്ങൾക്ക് ഹോണ്ടയോ അപ്രിലയോ വെസ്പയോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പം ഇന്ന വണ്ടി മാത്രം എടുക്കണമെന്ന് ആരെയും നിർബന്ധിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലിപ്പം ഹോണ്ടയുടെ വണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പം മറ്റുള്ളവരത് ഹോണ്ട എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതെന്തിന് കൊള്ളാം ഈ വണ്ടി, ഹോണ്ടയുടെ ആക്റ്റീവല്ലേ നല്ല വണ്ടി എന്ന് പറയാൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ ആർക്കും ഒരു റൈറ്റ് ഇല്ല. ഇവിടെ നമ്മുടെ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അപ്പം നമ്മളെ ഇഷ്ടമുള്ള വണ്ടിയാണ് മേടിക്കുന്നത്. ഈ വീഡിയോസ് എടുത്തതിൽ ഞാൻ ഈ വണ്ടി എടുക്കണമെന്ന് ഞാൻ ആരുടെ ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എടുത്തു, എനിക്കുണ്ട അനുഭവങ്ങളും ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ഈ വീഡിയോസ് എല്ലാം പറഞ്ഞിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. വൈബ്രേഷൻ്റെ കാര്യം ആൾക്കാർ വീണ്ടും ചോദിച്ചായിരുന്നു. വൈബ്രേഷൻ്റെ കാര്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട് ബോഡിയിൽ നിന്നാണ് ചെറിയൊരു വൈബ്രേഷൻ. അതായത് ഇവിടുത്തെ അടുത്ത സർവീസിന് എന്തായാലും കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ബോൾട്ടൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനും അകത്തൊക്കെ ഉള്ള ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് ഈ ഭാഗത്ത് നിന്ന്. അത് പെട്ടെന്നൊരു സഡൻ ആക്സിലേഷൻ കൊടുക്കാൻ നേരത്തൊരു വൈബ്രേഷൻ ചെറുതായിട്ട് വരുന്നുണ്ട്. അത് ചെറിയ ഡിസ്റ്റർബൻസ് തന്നെയാണ്. നമുക്കൊരു ഞാൻ പറഞ്ഞില്ല, ഒരു 40-നകത്തൊക്കെ ഭയങ്കര സ്മൂത്താണ്. പെട്ടെന്നൊരു ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ, നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. അതെന്തായിരുന്നാലും അടുത്ത സർവീസ് എന്തായാലും കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ അത് ഒരിക്കലും അത് എൻജിൻ സൈഡിൽ നിന്നല്ല കേട്ടോ, ഈ ഫൈബർ പാർട്സ് വരുന്ന അടുത്ത് നിന്ന് മാത്രമാണ് വരുന്നത്. അല്ല എൻജിൻ സൈഡിൽ നിന്നൊന്നും ഒന്നും വരുന്നില്ല. എൻജിൻ സൈഡൊക്കെ സ്മൂത്ത് തന്നെയാണ്. എന്താണ് കിക്കർ നിർബന്ധമാണെന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ മനസ്സിന് സമാധാനമാണെന്നുണ്ടെങ്കിൽ കിക്കർ ഉള്ള വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഇത് ടോപ്പ് എൻഡ് മോഡൽ മാത്രമേ
കിക്കറില്ലാത്തുള്ളത്. ഇതിനും കിക്കറില്ല, ഞാൻ കിക്കറില്ലാത്തതാണ് എടുത്തത്. ഇതിന് മുന്നോട്ട് താഴോട്ടുള്ള ഒരു 3 മോഡലുണ്ട്, അതിലെല്ലാത്തിനും കിക്കർ വരുന്നുണ്ട്. അതിൽ ഡിസ്ക് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം. നിങ്ങൾക്ക് കിക്കറുള്ള വണ്ടി എടുക്കാം. പിന്നെ ഇതിൽ കിക്കർ അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ നേരത്തുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കാര്യമില്ല, കാരണം ബാറ്ററി ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ കിക്കർ അടിച്ചാലും ഇത് സ്റ്റാർട്ട് ആകത്തില്ല. ഏതൊരു സംഭവം പുതുതായിട്ട് വരുമ്പോഴും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനൊരു മടി ആദ്യമേ കാണും. കാരണം അതങ്ങനെ തന്നെയാണ്, അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. ഇനി വരുന്ന വണ്ടികളിലും ഇനി കിക്കറുകൾ ഇനി പൊതുവേ കണ്ടുവരാൻ ചാൻസ് കുറവാണ്. അതിൻ്റെ ആദ്യത്തെ പടി എന്നുള്ളതിലാണ് ടി വി എസിൽ ഇതിനൊക്കെ കിക്കർ ഇല്ലാതെ വന്നിരിക്കുന്നത്. പിന്നെ ബോഡി പാർട്സൊക്കെ സ്ട്രോങ് ആണെന്ന് വെച്ചായിരുന്നു. ബോഡി പാർട്സൊക്കെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നുണ്ട്, ഇത് മെറ്റലാണ്, ഇത് ഫൈബർ, ഇത് മെറ്റലാണ്. ബാക്കി ഇതൊക്കെ ഫൈബറാണ് വരുന്നത്. തട്ടിക്കഴിഞ്ഞാൽ രണ്ടും ഒരേ കണക്ക് തന്നെയാണ്. ഫൈബറാണെങ്കിൽ പൊട്ടും, ഇതാണെങ്കിൽ അകത്തോട്ട് ചടങ്ങി കയറും. അങ്ങനെയുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കതിൽ വലിയ പ്രൊട്ടക്ഷനോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. മെറ്റൽ ബോഡിയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് കാറ്റടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നത് തുരുമ്പായി പോകും, പെട്ടെന്ന് നശിച്ചു പോകും. ഫൈബറാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. മെറ്റലിൽ പെട്ടെന്ന് അത് തകരമായി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ചാർജറും ഇവിടെ ഒരു 2 ലിറ്ററിൻ്റെ ഒരു സ്പേസ്, അതായത് മൊബൈലോ അത്യാവശ്യം എന്തൊരു കുപ്പിയോ വെള്ളമൊക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ മൊബൈൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ഇവിടെ കണക്ട് ചെയ്തിട്ട് മൊബൈൽ ഇതിനകത്ത് ഇട്ടേക്കാൻ പറ്റും. ഒരു കാരണവശാലും ഒന്ന് കട്ടറിച്ചാടിയാൽ പോലും വെളിയിലോട്ട് ഇറങ്ങി പോകത്തില്ല, അത്രയ്ക്ക് നല്ല സ്പേസ് ഉണ്ട്, കുഴിയുണ്ട്. ആൾക്കാർ പറഞ്ഞായിരുന്നു എന്തുകൊണ്ട് അത് സീറ്റിൻ്റെ അടിയിൽ കൊടുത്തില്ല, കാരണം വെള്ളമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നശിച്ച് കേടായി പോകത്തില്ലേ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ, ഞാൻ വണ്ടി കഴുകി നോക്കി, കഴുകിയപ്പോഴും അതിനൊന്നും വെള്ളം കയറണമൊന്നുമില്ല, നല്ല ഇതിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഇത് വിട്ട് കഴിഞ്ഞാൽ നേരെ ഒന്ന് ലോക്കായിരിക്കും അത്. പിന്നെ ഇതിന് അടിയിൽ കൊടുത്തു കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകതയല്ല പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റണ്ണിങ്ങിലൊക്കെ ആയിരിക്കുമല്ലോ ചാർജർ അതിനകത്തിട്ട് ഓടുന്നത്, ഇത് നല്ല രീതിക്ക് ഹീറ്റാവും. അത് എല്ലാ വണ്ടിയും അങ്ങനെ തന്നെ, നല്ല രീതിക്ക് ഹീറ്റായി മൊബൈൽ ഒന്നാമത് ചാർജിലും കൂടി ഇടുമ്പോൾ ഈ മൊബൈൽ ഹീറ്റാവും. അതിൻ്റെ കൂട്ടത്തിൽ ഈ എൻജിൻ്റെ ഹീറ്റും കൂടെ ആകുമ്പോൾ മൊബൈലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഇതിലാകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് കോൾ വന്നാൽ തന്നെ വണ്ടി നിർത്തിയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. ഈ സീറ്റിനടിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റത്തില്ല. മിറർ വിസിബിലിറ്റി അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ചെറിയൊരു ഈ പോർഷൻ മാത്രമേ ചെറിയൊരു ഇത് വരും, ബാക്കിയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൻ്റെ മിറർ ഒരു പഴയ മോഡലായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഈ വണ്ടിയുടെ ലുക്ക് വെച്ച് നോക്കുമ്പോൾ ഈ മിറർ എൻഡോർക്കിനൊക്കെ വന്ന മിറർ എന്ന് പറഞ്ഞാൽ നല്ല മിറർ, നല്ല ലുക്കാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസ് കഴിഞ്ഞിട്ട് എൻഡോർക്കിൻ്റെ മിറർ വയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻഡോർക്കിൻ്റെ മിറർ വയ്ക്കില്ല. അത് ഇതിൻ്റെ ബ്രാൻഡിനെ എന്തോ വലിയ കുറവുകളോടെ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് എനിക്കൊന്ന് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ വളർന്ന ഒരു വണ്ടി ഉള്ളത് കൊണ്ടായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഹോണ്ട ആക്റ്റീവ തന്നെയാണ്. അതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുഞ്ഞുനാളിലേക്ക് കണ്ടു വളർന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്? ചേതക്ക്, വെസ്പ, കൈനറ്റിക് ഹോണ്ട, അതൊക്കെയാണ് നമ്മൾ കുഞ്ഞുനാളിലേ കണ്ടു വളർന്ന വണ്ടി. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തി ഹോണ്ട ഇറക്കിയൊരു വണ്ടിയാണ് ആക്റ്റീവ. ആക്റ്റീവയ്ക്ക് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു എൻഡർനോ അങ്ങനെ ഒരു വണ്ടിയാണ് ആദ്യം ഇറക്കിയത്, 2000 ആ സമയത്ത്. അതെന്ന് പറയുമ്പം കിക്കറും സെൽഫും ഒക്കെ ഉള്ള വണ്ടിയാണ്, 4 സ്ട്രോക്ക് വണ്ടിയാണ്. അത് പക്ഷേ ഗിയർ മാനുവലാണ്, അതായത് കയ്യിൽ സ്കൂട്ടർ കണക്ക് നമ്മൾ കയ്യിൽ ചേതക്കിലൊക്കെ വരുന്ന കണക്ക് കയ്യിൽ ഇങ്ങനെ മാറ്റി ഇടുന്ന ഗിയറായിരുന്നു. അതാണ് ആദ്യം ഇറക്കിയത്. അതിനുശേഷം വന്നതാണ് ഈ ആക്റ്റീവ എന്ന് പറഞ്ഞ വണ്ടി. ആക്റ്റീവയോട് ഏറെ പ്രിയം തോന്നാൻ കാരണം തന്നെ അതൊരു ആദ്യം ഇറക്കിയ മോഡലും അതിൻ്റെ ലൈറ്റ് വെയ്റ്റും. കാരണം അന്നത്തെ കാലത്തൊന്നും സ്ത്രീകൾക്കൊന്നും ഈ 2 വീലർ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓടിക്കുന്നവരുണ്ട്, പക്ഷേ വളരെ അപൂർവം പേരായിരുന്നു. നാട്ടിൻപുറത്തുള്ള സ്ത്രീകളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു ഈ സ്കൂട്ടർ 2 വീലർ ഓടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആക്റ്റീവ് വന്ന സമയത്ത് എല്ലാവരും ആക്റ്റീവ എടുത്തു തുടങ്ങി, സ്ത്രീകൾ വരെ ഓടിച്ചു തുടങ്ങി. ആ സമയത്തും എനിക്ക് തോന്നുന്നു ഹീറോ ഹോണ്ട പ്ലഷറൊക്കെ പിന്നെ ഇറങ്ങിയെന്ന് തോന്നുന്നു. അതുപോലെ 2007 തോന്നുന്നു ഇതിറങ്ങിയത്, സുസുക്കി ആക്സസ്. എന്നാൽ ആക്റ്റീവയുടെ ഒരു തട്ട് മുകളിൽ തന്നെ ഇരുന്നു. കാരണം മനസ്സിൽ പതിഞ്ഞു പോയി ആക്റ്റീവ എന്നുള്ളത്. പണ്ട് ഈ സ്കൂട്ടറൊക്കെ ഇറങ്ങുന്ന സമയത്തും ഈ സ്കൂട്ടറെന്ന് ആരും പറയത്തില്ല, അതെല്ലാവരും ആക്റ്റീവ നിൻ്റെ ആക്റ്റീവയുടെ താക്കോലും ചെന്ന്. അങ്ങനെയാണ് ഈ വേറെ ബ്രാൻഡ് ഇനിയിപ്പോൾ ആക്സസ് ആണെങ്കിലും എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ആക്റ്റീവയുടെ ചാവിയും ചെന്ന്. അങ്ങനെ ഒരു മനസ്സിൽ പതിഞ്ഞു പോയി. അതിപ്പോഴും ഒരു പരിധി വരെ ആൾക്കാരുടെ മനസ്സിൽ അത് തന്നെയാണ്. ഒരു 2 വീലർ എന്നുള്ള രീതിയിൽ ആദ്യം ചിന്തിക്കും ആക്റ്റീവ് എടുക്കാം, അങ്ങനെയുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ചില ആൾക്കാരൊക്കെ ഒന്നും പറ്റാത്തതുകൊണ്ടാണ് അവർ ഈ വന്ന് കിടന്ന് അതൊന്നും കൊള്ളില്ല, ആക്റ്റീവ മാത്രമാണ് നല്ലത്, ആക്റ്റീവ എടുക്കാവൂ
എന്നുള്ള ചിന്ത. ഞാൻ ആക്റ്റീവ കൊള്ളില്ല, ആക്റ്റീവ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ടെക്നോളജിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ട സമയം ആയി കിടക്കുക. അത് എന്നിട്ട് അവരത് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് മാറി ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങുമ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ വണ്ടിയിലോട്ട് പോകും. അപ്പോൾ അത് മറ്റുള്ളവർ വന്ന് പറയണം അതെടുക്കരുത്, ഈ വണ്ടി എടുക്കാവുന്ന. അതപ്പോൾ ആർക്കും അങ്ങനെ പറയാനുള്ളൊരു വോയിസ് ഇല്ല. അതൊക്കെ സ്വന്തം ഇഷ്ടങ്ങളാണ്. കൂടുതൽ മോശം കമൻറ്റ് പറയുന്നതും ഈ ആക്റ്റീവ യൂസ് ചെയ്യുന്നവരും ഈ സുസുക്കിയുടെ ആക്സസ് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലും വന്നിട്ട് അവരാ യൂസ് ചെയ്യുന്ന ആ വണ്ടിയാണ് നല്ലത് എന്ന് പറയുന്നത്. ആയിക്കോട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഇറങ്ങുന്നൊരു ബ്രാൻഡാണ് യമഹ ററേ. അത് ഓടിക്കുന്ന ആരും വന്നിട്ട് കുറ്റങ്ങളോ ഇതിനെ കളിയാക്കാനോ ഒന്നും വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. മൈലേജിൻ്റെ ഒന്നും സംഭവം എന്ന് പറഞ്ഞാൽ അന്തം വിട്ട പുള്ളിങ്ങും ഉണ്ട് ആ വണ്ടി. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവർ നോക്കേണ്ട കാര്യമില്ല, അവരൊക്കെ ആവശ്യമുള്ള കിട്ടുന്നുണ്ട്. മറ്റുള്ള വണ്ടിയിൽ നിന്ന് ആവശ്യമുള്ളത് കിട്ടാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ടെക്നോളജിയൊക്കെ ഉള്ള വണ്ടി ഇറങ്ങുമ്പോൾ അതിനോടൊരു പുച്ഛവും ഒരു എന്താ പറയുക പരിഹാസമൊക്കെ തോന്നുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു പുതിയൊരു ടെക്നോളജിയൊക്കെ വരുമ്പോൾ, പുതിയൊരു മോഡൽ, പുതിയൊരു ലുക്കൊക്കെ വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാതെ ആൾക്കാർ അതിനെ പുച്ഛിക്കും. അങ്ങനെ ഒരുപാട് വണ്ടികൾ പണ്ട് മുതലേ ഉണ്ട്. ഇപ്പോൾ കാറുകളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം സാൻഡ്രോ കാറൊക്കെ ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ ആൾക്കാർ അതിനെ ഭയങ്കര കളിയാക്കലായിരുന്നു. അന്ന് വരെ നമ്മൾ കണ്ടു വളർന്നതെന്ന് പറഞ്ഞാൽ അംബാസഡർ, കോണ്ടസ, സിയറ അങ്ങനെയൊക്കെയുള്ള ലുക്കിൽ നിന്ന് അവർ ഒരുപാട് മാറി അങ്ങനെ ലുക്ക് ഇറക്കിയപ്പോൾ ഭയങ്കര ഒരു പുച്ഛമായിരുന്നു. അതുപോലെ റിറ്റ്സ്, മാരുതി സുസുക്കിയുടെ അതൊക്കെ ഇറങ്ങിയപ്പോൾ ആൾക്കാർ ഭയങ്കര പുച്ഛമായിരുന്നു. പക്ഷേ പിന്നെ അതൊക്കെ ഭയങ്കര മോഡലും ഭയങ്കര ലുക്കുമായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. കാറിൻ്റെ കാര്യത്തെപ്പറ്റി കുറ്റം പറയുന്നു. പണ്ട് ചേതക്കൊക്കെ ഉള്ള സമയത്ത് ഈ ആക്റ്റീവയൊക്കെ ഇറങ്ങിയല്ലോ. ആക്റ്റീവയൊക്കെ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ചേതക്കാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ഇട്ടിട്ട് ആണെങ്കിൽ തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഇതിനത് പറ്റത്തില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞെന്ന് ഈ സെൽഫും ഒക്കെ ഇലക്ട്രോണിക്കൊക്കെ അതൊക്കെ ചിലപ്പം കംപ്ലൈൻ്റ് ആവും, കിക്കർ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവും, പിന്നെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിടുന്ന ആൾക്കാരാണ് പിന്നെ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് അതിനോട് പൊരുത്തപ്പെട്ട് ഓടിച്ചു പോയി. ഇപ്പോൾ അതാ കിക്കർ ഇല്ലാതെ വന്നപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഇത് പക്കയാണ് എന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. അത് കാരണം വണ്ടിയൊക്കെ വയറിലും നെറ്റിലും ബോൾട്ടിലും ഒക്കെ ഓടുന്നതാണ്. എന്തെങ്കിലും ഒരൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ, കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കേബിൾ തന്നെ ഇളകിപ്പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടാവത്തില്ല. അപ്പോൾ അതെല്ലാം നോക്കണം. അങ്ങനെയൊന്നും വരില്ല എന്നുള്ളതാണ്. കാരണം അതൊന്നും കാണാതെ ഒരു വണ്ടി അവർ ഇറക്കത്തില്ല. എൻഡോർക്ക് ഇറങ്ങിയ സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു, ആൾക്കാർ അതിനെ കുറ്റം പറഞ്ഞായിരുന്നു. കാരണം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡിസ്പ്ലേയിൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ്, കോള് വരുന്നത്, മെസ്സേജ് വരുന്നത് എല്ലാം അതിൽ എഴുതി കാണിക്കും. അപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അതിലൂടെ ശ്രദ്ധിച്ച് ഓടിക്കത്തില്ലേ എന്നുള്ളൊരു പരാതി അതിനും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷൻ, ഒരു ക്ലിയർ സ്റ്റിക്കർ ഇട്ടിച്ചായിരുന്നു. ക്ലിയർ അല്ല, ചെറിയൊരു ബ്ലാക്ക് ഉണ്ട്. അത് നല്ലതാണ് കേട്ടോ. കാരണം വെയിലിൽ നിന്ന് നേരിട്ടുള്ളൊരു സൂര്യപ്രകാശയിൽ അടിച്ച് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴേ നേരിട്ട് വെയിലടിക്കുമ്പോൾ, ഉടനെയൊന്നുമില്ല, കുറേ നാൾ കഴിയുമ്പോൾ ഒരു ചെറിയൊരു പൊട്ടൽ കണക്ക് ഇങ്ങനെ കണ്ടു തുടങ്ങും. ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ വെയിലടിക്കും തോറും ഇത് നല്ല ടൈറ്റായിട്ടിരിക്കത്തേ ഉള്ളൂ, ഇതിനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വരത്തില്ല. പിന്നെ ഇത് LCD ആണ്. LCD കാലക്രമേണ ചിലപ്പം വെയിലടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇന്നൊരു പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടും നല്ലതാണ് ഈ ഒരു ക്ലിയർ. ഇത് എല്ലാ സ്റ്റിക്കറുകളിലും കിട്ടും കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ മതി, അവർ ഒട്ടിച്ചരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ജൂപ്പിറ്ററിൻ്റെ പുതിയ വിശേഷങ്ങളും കമൻറ്റുകൾക്കുള്ള റിപ്ലൈയുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പം ഞാൻ ഇടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.